ഹോസ്റ്റലിൽ കയറി ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുക, പുറത്തിറങ്ങി നഗരത്തിലൂടെ കറങ്ങി നടക്കുക. മധുരയിൽ നിന്നും പിടിയിലായ നരാധമൻ ബെഞ്ചമിൻ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകളുടെ ലിസ്റ്റ് ഞെട്ടിപ്പിക്കുന്നതാണ്. കഴക്കൂട്ടത്തെ പീഡന കേസിൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പെൺകുട്ടിയെ കൊല്ലുമെന്ന് മധുര സ്വദേശിയായ പ്രതി ഭീഷണി മുഴക്കിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കഴക്കൂട്ടം പീഡനക്കേസിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പീഡനത്തിന് ശേഷം തലസ്ഥാനത്ത് മണിക്കൂറുകളോളമാണ് മധുര സ്വദേശിയായ പ്രതി ബെഞ്ചമിൻ തുടർന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇക്കാര്യം പ്രതിയും സമ്മതിച്ചു. കൃത്യം നടത്തിയതിന്റെ പിറ്റേ ദിവസം രാവിലെ 10 മണിക്കും ആറ്റിങ്ങലടക്കമുള്ള തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങളിൽ കൂടി പ്രതി കടന്നുപോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കൃത്യത്തിന് പിന്നാലെ ലോറിയിൽ കിടന്നുറങ്ങിയ ശേഷമാണ് തിരികെ പോയതെന്ന മധുര സ്വദേശിയായ പ്രതി പോലീസിന് മൊഴി നൽകി. പീഡനത്തിനിടെ യുവതിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലുമെന്നായിരുന്നു പ്രതിയുടെ ഭീഷണി. സംഭവ സമയം മദ്യപിച്ചിരുന്നെന്നും ബെഞ്ചമിൻ പോലീസിനോട് പറഞ്ഞു. മധുരയിൽ നിന്ന് പിടികൂടിയപ്പോൾ പ്രതിക്കൊപ്പം ഒരു സ്ത്രീയും ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. 50ഓളം CCTVകൾ പരിശോധിച്ച ശേഷമാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. അതേസമയം ബെഞ്ചമിൻ ഹോസ്റ്റലിൽ കയറും മുൻപ് സമീപത്തെ 3 വീടുകളിൽ മോഷണശ്രമം നടത്തിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒക്ടോബർ 17-നാണ് IT ജീവനക്കാരിയായ യുവതിയെ ഹോസ്റ്റൽ മുറിയിൽ കയറി പ്രതി പീഡിപ്പിച്ചത്. ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതിക്കായി പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.